മലബാർ ഗോൾഡ് ഉടമ ഫൈസൽ അദ്ദേഹം ആദില നൂറയോട് മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. ഈ അടുത്ത സമയത്ത് അദ്ദേഹത്തിന്റെ ഗൃഹപ്രവേശനമായിരുന്നു. ആ ഒരു ചടങ്ങിലേക്ക് ആദില നൂറ വരികയും ആദില നൂറ ആ ചടങ്ങിൽ പങ്കെടുത്തതിന് സോഷ്യൽ മീഡിയയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ക്ഷണപ്രകാരമല്ല അവർ വന്നത് എന്നും പറഞ്ഞിട്ട് ഒരു കുറിപ്പും കൂടി അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ആ കുറിപ്പാണ് വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയത്. വിവാദങ്ങൾക്കൊക്കെ ഒടുവിൽ അദ്ദേഹം ഫേസ്ബുക്ക് പേജിൽ വീണ്ടും ഒരു കുറിപ്പുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം മാപ്പ് പറഞ്ഞുകൊണ്ടിട്ടുള്ള ഒരു കുറിപ്പാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു അവസരത്തിൽ മലബാർ ഗോൾഡ് ഉടമ ഫൈസലക്കയോട് ബഹുമാനം തോന്നുകയാണ്. കാരണം ഇത്രയും വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളായിട്ടും തന്റെ ഭാഗത്തുണ്ടായ ഒരു വീഴ്ച, ആ ഒരു പോസ്റ്റിന്റെ പേരിൽ അവർ വിഷമിച്ചു എന്ന് കണ്ടപ്പോൾ അദ്ദേഹം യാതൊരു മടിയും കൂടാതെ ഫേസ്ബുക്ക് പേജിലൂടെ തന്നെ അദ്ദേഹം മാപ്പ് പറഞ്ഞ് ഒരു പോസ്റ്റും കൂടി പങ്കുവച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ ആ ഒരു പോസ്റ്റ് ഇവിടെ വായിക്കാം. ആദിലയും നൂറയും സംബന്ധിച്ച വിഷയത്തിൽ എൻ്റെ നിലപാട് വളരെ വ്യക്തമാണ്. കോടതിയും ഗവൺമെന്റും അനുവദിച്ചിട്ടുള്ള അവരുടെ സ്വാതന്ത്ര്യം പൂർണ്ണമായും ബഹുമാനിക്കപ്പെടണമെന്നും അവർക്ക് തങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിതം നയിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കണമെന്നും ഞാൻ ഹൃദയപൂർവ്വം വിശ്വസിക്കുന്നു. അതിനാൽ അവർക്ക് തങ്ങളുടെ ഇഷ്ടപ്രകാരം സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കാതെ അവരെ തടസ്സപ്പെടുത്തുകയോ വിമർശിക്കുകയോ അവരുടെ വ്യക്തിപരമായ തീരുമാനങ്ങളെ വിമർശിച്ച് ഹറാസ്മെന്റ് നടത്തുകയോ ചെയ്യുന്നത് ശരിയല്ല. ഏതൊരു മതത്തിൽ വിശ്വസിക്കുന്നവരായാലും മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെയും വ്യക്തി നിയമത്തിന്റെയും ബഹുമാനം ഏതൊരു മതപരിധിക്കും അതീതമായ ഒരു അടിസ്ഥാന മനുഷ്യ നന്മയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഹൗസ് വാമിംഗ് ചടങ്ങുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലുണ്ടായ തെറ്റിദ്ധാരണകളും വിവാദങ്ങളും ഒരിക്കലും എൻ്റെ ഉദ്ദേശത്തിൽ ഉണ്ടായിരുന്നില്ല. അത് പ്രതീക്ഷിച്ചതിനുമപ്പുറം ചില നെഗറ്റീവ് പ്രതികരണങ്ങളും ഹരാസ്മെന്റും ഉയർന്നുവെന്നും അത് ഇവർക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ാണ് ഞാൻ വ്യക്തമായി പറയുന്നത്. അവരെ വേദനിപ്പിക്കാനുള്ള ഉദ്ദേശം എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം അവകാശവും ഞാൻ പൂർണ്ണമായും ബഹുമാനിക്കുന്നു. അവർക്കെതിരായ അനാവശ്യ വിമർശനങ്ങളും ഹേറ്റ് ക്യാമ്പയിനുകളും അവസാനിക്കണമെന്ന് ഞാൻ ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നു. അവർ സമാധാനത്തോടെ ആരുടെയും ഭീഷണിയോ സമ്മർദ്ദമോ കൂടാതെ സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവസരം ലഭിക്കണം. ഒരു മനുഷ്യനെന്ന നിലയിൽ മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തെയും സുരക്ഷയെയും ബഹുമാനിക്കുക എന്നതാണ് എൻ്റെ പ്രഥമമായ മൂല്യം. ഈ വിഷയത്തെക്കുറിച്ച് എന്നോട് സംസാരിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയ പിന്തുണച്ച എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള ക്ഷമയും ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. എന്തായാലും ഒരാളെ വിമർശിക്കുക മാത്രമല്ല, അയാൾ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണെന്ന് സമൂഹത്തിൻ്റെ മുന്നിൽ പറയാനുള്ള മനസ്സുകൂടി നമ്മൾ കാണിക്കണം. അപ്പോൾ ഞാൻ ആദ്യം അദ്ദേഹത്തെ വിമർശിച്ചായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം അദ്ദേഹത്തിൻ്റെ തെറ്റ് തിരുത്തി ക്ഷമാപണം പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടപ്പോൾ ആ ഒരു പോസ്റ്റ് എടുത്തിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നത്.